നമുക്ക് PSCൻ്റെ കുറച്ച് GK ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പക്ഷെ നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. PSCയിൽ എപ്പോഴും തന്നെ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കേരളത്തിൻ്റെ ആദ്യത്തെ വനിതാ ഗവർണർ ആരാണ്? ഫാത്തിമ ബീവിയാണ് കേരളത്തിൻ്റെ ആദ്യത്തെ വനിതാ ഗവർണർ എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? പിങ്കളി വെങ്കയ്യയാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് പറയുന്നത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞാൽ, കേരള പിറവി ദിനം എന്നാണ് നവംബർ 1. ഇതെല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണല്ലോ അല്ലേ? നവംബർ 1 കേരള പിറവി. അടുത്തത്, ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം എന്ന് പറയുന്നത് ഏതാണ്? ആര്യഭട്ടയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയഗാനം രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. അപ്പോൾ വന്ദേമാതരം രചിച്ചത് ആരാ? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇനി അടുത്തത്, കേരളത്തിൻ്റെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറഞ്ഞാൽ ഏതാ? ആനമുടിയാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. അടുത്തത്, ഇന്ത്യൻ ദേശീയ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് ആരാണ്? AO ഹ്യൂമാണ് ഇന്ത്യൻ ദേശീയ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ. അടുത്തത്, ഇന്ത്യയുടെ ദേശീയ പുഷ്പം എന്ന് പറയുന്നത് ഏതാണ്? താമരയാണ് ഇന്ത്യയുടെ ദേശീയ പുഷ്പം. കേരളത്തിൻ്റെ ദേശീയ പുഷ്പം ഏതാ? അപ്പം കണിക്കൊന്നയാണ് കേരളത്തിൻ്റെ ദേശീയ പുഷ്പം എന്ന് പറഞ്ഞാൽ. അടുത്തത്, ഇന്ത്യയുടെ ദേശീയ ഫലം എന്ന് പറയുന്നത് ഏതാണ്? മാങ്ങയാണ് ഇന്ത്യയുടെ ദേശീയ ഫലം. ഇന്ത്യയുടെ ദേശീയ ജലജീവി എന്ന് പറഞ്ഞാൽ ഏതാണ്? ഗംഗാ ഡോൾഫിനാണ് ഇന്ത്യയുടെ ദേശീയ ജലജീവി എന്ന് പറഞ്ഞാൽ. ഇപ്പം കേരളത്തിൻ്റെ ദേശീയ ജലജീവി ഏതാ? കരിമീനാണ് കേരളത്തിൻ്റെ ദേശീയ ജലജീവി. ഇന്ത്യയുടെ ദേശീയ പുഷ്പം എന്ന് പറഞ്ഞാൽ താമരയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? പിങ്കളി വെങ്കയ്യയാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ആദ്യത്തെ വനിതാ ഗവർണർ ആരാണ്? ഫാത്തിമ ബീവി. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് പറയുന്നത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ് ഇന്ത്യ ഭരണഘടനയുടെ ശില്പി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കേരളത്തിൻ്റെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴയാണ് ഏറ്റവും ചെറിയ ജില്ല. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ ആരാ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരാണ്? ജ്യോതി വെങ്കിടാചലമാണ് കേരളത്തിൻ്റെ ആദ്യത്തെ വനിതാ ഗവർണർ. നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം എന്ന് പറഞ്ഞാൽ ഏതാണ്? ആനയാണ് കേരള സംസ്ഥാനത്തിൻ്റെ മൃഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പലാണ് കേരള സംസ്ഥാന പക്ഷി എന്ന് പറഞ്ഞാൽ. അടുത്തത്, കേരളത്തിൻ്റെ സംസ്ഥാന വൃക്ഷം എന്ന് പറഞ്ഞാൽ ഏതാണ്? തെങ്ങാണ് കേരളത്തിൻ്റെ സംസ്ഥാന വൃക്ഷം. അടുത്ത്, കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പം ഏതാണ്? സംസ്ഥാന പുഷ്പം കണിക്കൊന്നയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്